നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്കമാലിയിൽ 2020 ഇപ്പോൾ NDAയുടെ ഭാഗമായതുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയായി 2020 പാർട്ടിയിൽപ്പെട്ട ചാർലി പോള് മത്സരിക്കാൻ ഒരുങ്ങുന്നു. ചാർലി പോള് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും അങ്കമാലി നിയോജക മണ്ഡലത്തിൽ 12,000-ഓളം വോട്ടുകൾ പിടിക്കുകയും ചെയ്തയാളാണ്. അന്ന് ചാർലി പോൾ 2020യുടെ സ്ഥാനാർത്ഥിയായിരുന്നു. 2020 സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ചാർലി പോൾ 2020യുടെ സ്ഥാനാർത്ഥിയായി NDAയുടെ ഭാഗമായി വരുമ്പോൾ ഇവിടെ ഉള്ള അവസ്ഥ വളരെ ദയനീയമാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അങ്കമാലി നിയോജക മണ്ഡലത്തിൽ 2020യുടെ എല്ലാ മണ്ഡലങ്ങളിലും കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിന്റെ കേന്ദ്ര ഓഫീസ് ദേശീയപാതയിൽ കറുകുറ്റിയിലുണ്ടായിരുന്നു. പക്ഷെ ചാർലി പോൾ എന്ന സ്ഥാനാർത്ഥിയുടെ മോശമായ പെരുമാറ്റം കൊണ്ട് അദ്ദേഹത്തിന് പൊതുപ്രവർത്തന പാരമ്പര്യമില്ല. ഈ CLC തുടങ്ങിയ സംഘടനകളിൽ പ്രവർത്തിച്ച പരിചയമേ ഉള്ളൂ. പിന്നെ മോട്ടിവേഷൻ സ്പീക്കറുമാണ്. പക്ഷെ അദ്ദേഹം 2020യുടെ പ്രവർത്തകരുമായിട്ട് ഇണങ്ങിപ്പോകാൻ കഴിയാതെ 2020യുടെ പ്രവർത്തകർ കറുകുറ്റിയിൽ ലാലു ജോർജ് പൈനാടത്തിന്റെയൊക്കെ നേതൃത്വത്തില് ആ ഓഫീസ് അടച്ചുപൂട്ടുക മാത്രമല്ല, അവിടുത്തെ ഫർണിച്ചറുകളും ബോർഡുകളും എല്ലാം കത്തിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ 2020യുടെ കമ്മിറ്റികളും പ്രവർത്തനങ്ങളും അങ്കമാലി നിയോജക മണ്ഡലത്തിൽ ചാർലി പോളിന്റെ ജന്മനാടായ മലയാറ്റൂർ നീലേശ്വരത്ത് ഒഴിച്ച് വേറെ ഒന്നും ഇപ്പൊ ഇല്ലാത്ത അവസ്ഥയിലായി. അതുകൊണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020ക്ക് അങ്കമാലി നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളാകാൻ പോലും ആളെ കിട്ടിയില്ല. കറുകുറ്റിയിലുണ്ടായില്ല. വേറെ മലയാറ്റൂർ നീലേശ്വരത്ത് മാത്രമാണ് 2020ക്ക് ചാർലി പോളിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ കിട്ടിയുള്ളൂ. അതും 10-50 വോട്ടൊക്കെയാണ് കിട്ടിയത്. ഇപ്പോഴത്തെ അവസ്ഥ, ചാർലി പോൾ ഈ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ അന്ന് 2020കാരായിരുന്ന ആളുകൾ എല്ലാവരും ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. അവർക്കൊന്നും ചാർലി പോളിനെ അംഗീകരിക്കാൻ കഴിയില്ല. അവരുടെ വോട്ടുകളൊന്നും കിട്ടില്ല BJPയിലാണെങ്കിൽ. നേരെ മറിച്ച് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ആ ബിജു പുരുഷോത്തമനെ പോലെ ആരെങ്കിലും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഈ വോട്ടുകളെല്ലാം കിട്ടുകയും BJPയുടെ വോട്ടുകളും കിട്ടും, 2020യുടെ വോട്ടുകളും കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചാർലി പോൾ വന്നാൽ, ഇനി ചാർലി പോളിന് സഭയുടെ, അദ്ദേഹം പണ്ട് ഭക്തസംഘടനകളുടെ ആടൊക്കെ ആയിരുന്നുവെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് അധികം തീർത്തും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് ശക്തമായ അഭിപ്രായ വ്യത്യാസം ഇവിടുത്തെ സഭയ്ക്കും വൈദികർക്കും ഒക്കെ ഉണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ ചാർലി പോൾ അങ്കമാലിയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അത് ഉറപ്പായിട്ട് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന റോജി M. ജോണിന് ഒരു അനുഗ്രഹമായിരിക്കും. കാരണം റോജി M. ജോൺ അങ്ങ് ഹിന്ദുക്കളോട്, ഹിന്ദു സമുദായത്തോടൊക്കെ വളരെ ഒത്തുപോകുന്ന ഒരാളാണ്. അങ്ങേര് കൃഷ്ണസ്വാമി അമ്പലത്തിൽ ചെന്ന് തുലാഭാരം നടത്തിയത് നമ്മൾ കണ്ടല്ലോ. അധികം ആ ജിൻഡോ ജോണിനെ പോലെ ഒരു ജിഹാദിയല്ല, മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചാർലി പോൾ വന്നാൽ ഈവൻ ഹിന്ദുക്കളുടെ വോട്ടുകൾ പോലും റോജി ജോണിന് വീഴാനാണ് സാധ്യത. ചാർലി പോളിന്റെ അവസ്ഥ പരമ ദയനീയമായിരിക്കും. നന്ദി, നമസ്കാരം.